അടിപൊളി സ്ഥലമാണ്. ഒരു ദിവസത്തെ നിങ്ങൾക്ക് ഒരു 350 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ എല്ലാ എൻ്റർടൈൻമെൻറ്റും ആദ്യം നമ്മൾ ബോട്ടെ കയറിയിട്ട് ബോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ അപ്പുറം കടലാണ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് ഇവിടെ ഒരു സീ വോക്ക് വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ, സീ വോക്ക്. അപ്പം അതിൽ നമുക്ക് നടക്കാം. കുറച്ച് നല്ലൊരു കടൽപ്പാലമൊക്കെ അങ്ങോട്ടുണ്ട്. ആ കാണുന്നതാണ് കടൽപ്പാലം. ചെറിയൊരു പാർക്ക് പോലുള്ള സെറ്റപ്പാണ്, നല്ല അടിപൊളി സെറ്റപ്പാണ്. നമ്മൾ നല്ല ഈവനിങ് ടൈമിലൊക്കെ വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റപ്പ്. ഇതൊക്കെ നമ്മൾ കാണുമ്പം ഒറിജിനലാണെന്ന് തോന്നും, പക്ഷെ ഇത് ഒരു എന്താ പറയുന്ന ഒരു പണിത് വെച്ചിരിക്കുന്ന സംഭവമാണ്. എനിക്ക് മിഠായി തന്നു വെക്കാൻ ഞാൻ ആലോചിച്ചു. ഇതിങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുന്നത്. ₹350 ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ടിന്. പിന്നെ ക്യാമറയൊക്കെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജാണ് വരുന്നത്. നമ്മൾ നേരെ ഞങ്ങളുടെ 4 പേരുടെ ടിക്കറ്റൊക്കെ നമ്മൾ നേരെ ഇനി ബോട്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതാണ് ബോട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു അഴി പോലൊരു സംഭവമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് നേരെ കടലിലോട്ട് കയറും. ഇത് വലിയ ബോട്ടാണ്. ഇതിവർ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ടൈപ്പ് വലിയ ബോട്ടാണ്. നമ്മൾ നേരത്തെ പോണ്ടിച്ചേരിയിലൊക്കെ ഇതുപോലെ കണ്ടൽക്കാടിലോട്ടൊക്കെ ബോട്ടിങ് നടത്തിയപ്പം അത് ചെറിയ ചെറിയ ബോട്ടുകളായിരുന്നു. 500 രൂപ 600 രൂപയൊക്കെ ആയിരുന്നു ചാർജ് വരുന്നത്. ഇത് വലിയ ബോട്ടായതുകൊണ്ട് 350 രൂപയുള്ള അഡൽട്ടിന് ഒരാൾക്ക് ചാർജ് വരുന്നുള്ളൂ. ഞങ്ങൾ ബോട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള സേഫ്റ്റി സാധനങ്ങളൊക്കെ നമ്മൾ തരും. ജാക്കറ്റൊക്കെ ഇട്ട് വേണം നമുക്ക് ഇരിക്കാനായിട്ട്. ഇവിടെ ഇരിക്കാനായിട്ട് സീറ്റൊക്കെ കസേരയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരെ സ്രാങ്കിൻ്റെ റൂമിലോട്ടാണ് പോകുന്നത്. സ്രാങ്കിനെ ഒന്ന് കാണാനായിട്ട്. സ്രാങ്ക് ആള് ഭയങ്കര ജോലിയാണ് കേട്ടോ. സ്രാങ്ക് നല്ല ഈ സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പുള്ളി നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് ഫുള്ള് വൈബിലാണ് ഈ ബോട്ടിലെ യാത്രകൾ. ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം. എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിനൊന്നും പറയത്തൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളും നല്ല അടിപൊളിയാണ് കേട്ടോ, ഫുള്ള്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ വിനോദ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ പാരാഗ്ലൈഡിങ്, പാരച്ചൂട്ടിൽ, അതുപോലെ തന്നെ സ്പീഡ് ബോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. നമ്മൾ ആ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ബോട്ടിൽ ഏകദേശം അടുത്താകുമ്പോൾ കാട്ടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഒന്നും നല്ല രസമാണ് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേനും. അത് അടിപൊളി ആണ് കാണാനായിട്ട്. നേരെ നമ്മൾ ബോട്ട് അങ്ങ് അവിടം വരെ എത്തില്ല, അങ്ങോട്ട് അടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ചെറിയ ബോട്ടിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഐലൻഡിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടുന്ന് ചെറിയ ബോട്ട് വരും. ചെറിയ ബോട്ടിൽ വന്ന് നമ്മൾ കയറി നേരെ ഐലൻഡിലേക്ക് നമ്മൾ പോവാണ്. ഐലൻഡ് ഇറങ്ങുമ്പോൾ തന്നെ വെള്ളത്തിലായിട്ടാണ് നമ്മൾ കാല് വെക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ ഷൂ ഒന്നും ഉപയോഗിക്കാതെ ചപ്പൽസും സാൻഡൽസൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ സേഫ്റ്റി. കാരണം നനയത്തൊന്നുമില്ല. എന്തായാലും നമ്മൾ വെള്ളത്തിലേക്കാണ് കാല് വെക്കുന്നത്. ഷൂ ഒക്കെയാണ് ഇട്ടുകൊണ്ട് വന്നത്. അതെല്ലാം ഊരി കൈ പിടിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ നേരെ സെൻറ്റ് മേരീസ് ഐലൻഡ് ഒരു നല്ലൊരു വെൽക്കം ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ കയറുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, വെയിൽ നല്ലതാണ്. നേരെ നിങ്ങളൊരു 10:30-11 മണി സമയത്താണ് നമ്മൾ ഇവിടെ വന്നത്. അകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ചെറിയൊരു ദ്വീപാണെങ്കിൽ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ ലൊക്കേഷനായിട്ടുള്ളൊരു ദ്വീപാണിത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ്. നമുക്ക് ചുറ്റും ഇങ്ങനെ കടലിങ്ങനെ മൂടി കിടക്കുന്നത്, 4 വശവും നമുക്ക് കടലാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെയാണ് ഇവരിങ്ങനെ ഇതുകൊണ്ടിങ്ങനെ വെൽക്കമായിട്ട് ഇങ്ങനെ ഒരു ആർച്ച് പോലെയൊക്കെ പണിതൊക്കെ വെച്ചിട്ടുണ്ട്. അതേടാ
നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അത്യാവശ്യം കുളിക്കാനുള്ള സെറ്റപ്പിലൊക്കെ പോരുക. ഞങ്ങൾക്ക് പറ്റിപ്പോരാവത്താണ്, നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പിലൊന്നും അല്ല വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ വെള്ളം കാണുമ്പോൾ നമുക്ക് എന്താണെങ്കിലും കുളിക്കാനും ഒക്കെ തോന്നും. അതുപോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, ഒരു രക്ഷയാണ്. നല്ല തണുപ്പുമുണ്ട് വെള്ളത്തിൽ. എന്തായാലും നമുക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ തോന്നും. കുറേ പേര് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല എല്ലാവരും മുങ്ങുന്നു ചാടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അടിപൊളി വെള്ളമാണ്. എന്നാൽ അങ്ങനെ എല്ലാ ഏരിയയിലും നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ചില സ്പോട്ടുകളിൽ മാത്രം നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാക്കി എല്ലാ ഏരിയയിലും നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം കൂടെയാണ് ഇവിടെ ഈ സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്ന ഈ സ്ഥലം. നമുക്ക് കുറച്ച് മാറി ഇതിൻ്റെ ചുറ്റുമൊക്കെ വരുവാണെങ്കിൽ കുറേ പാറകളും അതുപോലെ തന്നെ ഒരു 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 നല്ല രസമുള്ള പാറകളാണ് കേട്ടോ. ചുമ്മാ പാറക്കല്ലുകളല്ല, നമുക്ക് ഫുള്ളുള്ളൊരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് കയറി നിൽക്കാനൊക്കെ പറ്റും. 4 സൈഡിലും കടലാണ് കണ്ടോ. നമുക്ക് ഈ പാറകളിലൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ ഇതിലെ ചിപ്പികളൊക്കെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട് പാറകളുടെ സൈഡിലൊക്കെ ആയിട്ട്. ചുറ്റും നമുക്കിതിങ്ങനെ ഓരോ സൈഡിൽ കൂടെ ചുറ്റി ഇങ്ങനെ വന്നാൽ നമ്മൾ കയറിയ ഫ്രണ്ടിലെ എൻട്രൻസിലോട്ട് നമ്മൾ വരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറം ചുറ്റി അപ്പുറത്തെ സൈഡിലോട്ട് വരാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ പാറക്കല്ലുകളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പച്ചപ്പ്, ചെറിയൊരു പച്ചപ്പൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഏകദേശം വൈകുന്നേര ടൈമിലോ അല്ലെങ്കിൽ രാവിലെ ടൈമിലൊക്കെ വരിക. അപ്പോൾ ഈ ടൈമിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാലും വെയിലൊക്കെ കുറഞ്ഞ സമയമാണ്, കുറച്ചും കൂടെ നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടും. ഏകദേശം ഒരു ബോട്ട് വരുമ്പോൾ നമുക്ക് 2 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും. നമ്മൾ ഫുള്ള് കറങ്ങി തിരിച്ച് വരുമ്പോഴത്തേനും അടുത്ത ബോട്ട്, നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് വരും. ഇതിങ്ങനെ ചുറ്റി നമുക്ക് വരാം. ഇങ്ങനെ ചുറ്റി കറങ്ങി ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് എൻട്രൻസിന് അങ്ങോട്ട് വരാം. ഇപ്പോൾ ഞങ്ങളിത് ചുറ്റി കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വരുന്നത്. കടലായതുകൊണ്ട് 4 സൈഡും കടലായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നാത്തത്. ചുറ്റി കറങ്ങി നമ്മൾ ഇപ്പുറത്തെ ഫ്രണ്ടിലെ സൈഡിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്, ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഉടുപ്പി അങ്ങോട്ട് പോവാണ്. ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം നമുക്ക്.